ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ദുബായിലെ ഗ്ലോബൽ വില്ലേജിലേക്കാണ്. അപ്പം ഗ്ലോബൽ വില്ലേജ് എന്താണെന്നൊക്കെ അറിയാമായിരിക്കുമല്ലോ. എല്ലാ വർഷവും ഒക്ടോബർ ടു ഏപ്രിൽ, നെക്സ്റ്റ് ഇയർ ഏപ്രിൽ വരെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ലാസ്റ്റ് ഇയർ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഏപ്രിൽ എൻഡോടുകൂടി ക്ലോസ് ചെയ്യും. അപ്പോൾ ഇയർലി ഉള്ള ഒരു ഷോപ്പിംഗ്, എന്റർടൈൻമെന്റ്, എന്താ പറയുക, ഓൾ ഓവർ വേൾഡിലുള്ള പല പല രാജ്യങ്ങളുടെ പവലിയൻസ് ഒക്കെ ചേർന്നിട്ട് നമുക്കൊരു എന്റർടൈൻമെന്റ് ആയിട്ടും ഷോപ്പിങ്ങിനായിട്ടും അവിടുത്തെ കാഴ്ചകളും കൾച്ചറും ഒക്കെ കാണാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു കോംപ്ലക്സ്, ഒരു വലിയൊരു ഏരിയയിലുള്ള ഒരു കോംപ്ലക്സ് ആണ്. അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ നാളായിട്ടുണ്ട്. അപ്പം ഞാൻ ലാസ്റ്റ് ഇയറും പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏകദേശം ഒരു 3 മണിക്കൂറോളം അതിനകത്ത് സ്പെൻഡ് ചെയ്താൽ മാത്രമേ, അത്രയും തന്നെ നടക്കാനും ഉണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളുടെയും പവലിയൻസ് ഒക്കെ കയറി ഇറങ്ങി വരണം എന്നുണ്ടെങ്കിൽ വൈകുന്നേരം 4 മണി മുതൽ, ഇപ്പം ഈദിന്റെ ഹോളിഡേയ്സ് ആയതുകൊണ്ട് ഇപ്പൊ ടൈമിങ്ങിന് കുറച്ച് വ്യത്യാസമുണ്ട്. 4:30 4 o'clock ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഏർലി മോർണിംഗ് 2 മണി വരെ അങ്ങോട്ടൊക്കെയാണ് ഓൾമോസ്റ്റ് ടൈം അത്രയും. അപ്പോൾ ഒരു നൈറ്റ് ടൈം ആണ് ഇത് എപ്പോഴും പ്രിഫർ ചെയ്തിരിക്കുന്നത്, ഇതിന്റെ ടൈം. അല്ലാതെ ടൈമിംഗ് എന്ന് പറയുന്നത് 6:30 ആണ്. ഈവനിങ് 6 o'clock മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഫിജറയിൽ നിന്ന് ഒരു 4 o'clock കഴിഞ്ഞപ്പം 4-5:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി അവിടെ എത്തിയത്. വെക്കേഷൻ മോഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു, നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പം 4 മണിക്കുള്ളിൽ അവിടെ എത്തണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ റെഡിയായി ഇവിടുന്ന് യാത്ര ചെയ്ത് അങ്ങനെ എത്തുമ്പോഴത്തേക്കും എന്തായാലും ലേറ്റ് ആവും. അങ്ങനെ ഒരു 5:30 കൂടിയാണ് നമ്മളവിടെ ദുബായിലെത്തുന്നത്. ഡയറക്റ്റ് ചെന്നിട്ടാണെങ്കിലും നമുക്ക് ടിക്കറ്റ്സ് എടുക്കാം. പെർ ഹെഡ് 30 അല്ലേ, 30 dirhams ആണ് വരുന്നത്. അപ്പം നേരത്തെ ടിക്കറ്റ്സ് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പോയി ക്യൂല് നിൽക്കണ്ട. ഇപ്പം ഹോളിഡേയ്സ് ആയതുകൊണ്ട് നല്ല റഷ് ആയിരിക്കും. ഇപ്പം തന്നെ റോഡിന്റെ ഗ്ലോബൽ വില്ലേജിലേക്കുള്ള റോഡിലേക്ക് തന്നെ ട്രാഫിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ ടൈം 5:30 ആയി. ഈദിന്റെ ടൈം ആയതുകൊണ്ട് ഈ ഒരു ഹോളിഡേയ്സിന്റെ ടൈമിൽ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 4 o'clock മുതൽ ഓപ്പൺ ആവുന്നതാണ് കാണുന്നത് സൈറ്റിലൊക്കെ. സാധാരണ വൈകുന്നേരം 6 മണി മുതലാണ് തുടങ്ങുക. ഇപ്പം ഹോളിഡേ പ്രമാണിച്ച് കുറച്ച് നേരത്തെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ നേരത്തെ എത്തി തുടങ്ങിയിട്ടുണ്ട്. നല്ല ട്രാഫിക്കും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി നടക്കാനൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി ഒരു 4 o'clock ഒക്കെ ആകുമ്പോൾ ഇവിടെ എത്തണം എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ 5:30 ആയി. അല്ലേ അതി? ഇതാണ് എൻട്രൻസ്, ഗ്ലോബൽ വില്ലേജിന്റെ കടക്കുന്ന ആ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 2 ദിവസം നമ്മൾ യാത്ര ചെയ്തപ്പം എങ്ങനെയാന്ന് വെച്ചാൽ റോഡൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു. പാർക്കിംഗ് ഒന്നും കിട്ടാതെ ഏതെങ്കിലുമൊക്കെ ഒരു സൈഡിൽ കൊണ്ടിടേണ്ടി വന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇനി എങ്ങനെയാണെന്നറിയില്ല. ഇവിടെ എന്തായാലും നല്ല ഒരുപാട് പാർക്കിംഗ് ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ചിലപ്പം റോഡിൽ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അപ്പം ഇതാണ് ഗ്ലോബൽ വില്ലേജിന്റെ നമ്മുടെ റോഡിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ കേട്ടോ. ഒരു പോർഷനാണിത്. അപ്പം ഇത് ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്കുള്ള പാർക്കിങ്ങിലേക്കാണ് പോകേണ്ടത്. പെയ്ഡ് പാർക്കിങ്ങും ഉണ്ട്, ഫ്രീ പാർക്കിങ്ങും ഉണ്ട്. അപ്പം 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വിസിറ്റേഴ്സ് പാർക്കിംഗ്, അതായത് ഫ്രീ ആയിട്ടുള്ള പാർക്കിങ്ങിലേക്കാണ് പോകേണ്ടത്. അപ്പം ഓരോ ഏരിയ ഉണ്ട് പാർക്കിങ്ങിന്. അപ്പം നമ്മൾ ഏറ്റവും അറ്റത്തേക്കാണ് വിടുന്നത്. എനിക്ക് തോന്നുന്നു അവർ ഓരോ കോർണർ വൈസ് കംപ്ലീറ്റ് ആക്കിയിട്ട് അങ്ങനെ ഫെസിലിറ്റീസ് അങ്ങനെ ഒരുക്കിയിരിക്കുന്നത്. കാരണം ഇപ്പം ഹോളിഡേയ്സ് ആയതുകൊണ്ട് നല്ല ആൾക്കാർ ഇഷ്ടംപോലെ വരും എന്നുള്ള ഒരു എക്സ്പെക്ടേഷനിലായിരിക്കണം അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ റോഡിന്റെ 2 സൈഡിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ് ഇതിനകത്തോട്ട് കയറാനായിട്ട്. അപ്പൊ അവരെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ് വാഹനങ്ങളെ കടത്തി പാർക്കിങ്ങിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മളും ഇത്രയും ദൂരം യാത്ര ചെയ്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നടന്ന് ഇതുപോലെ ഓരോ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. ഓരോ ഓപ്പൺ സ്പേസ് ഉണ്ട് ഓരോ പാർക്കിംഗ് സ്ലോട്ടിനും. അപ്പം ലൈക്ക് P3, P2 അങ്ങനെയൊക്കെ, പാർക്കിംഗ് 1, പാർക്കിംഗ് 2, പാർക്കിംഗ് 3 അങ്ങനെ ഒരുപാടുണ്ട് അവർക്ക്. അപ്പം ഞങ്ങൾക്ക് കിട്ടിയത് P3-യിലായിരുന്നു. അപ്പൊ P3-ന്ന് നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കോമ്പൗണ്ടിലേക്ക് കടക്കാനുള്ള ഓപ്പണും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഒന്നും നടക്കണ്ട. ഓരോ ഏരിയയ്ക്ക് അവർക്ക് ഓരോ എൻട്രൻസിന് പോയിന്റ് ഉണ്ട്. പിന്നെ കുറച്ചൊക്കെ നടക്കേണ്ടി
നടക്കേണ്ടി വരും. ഇത് ഞാൻ പാർക്കിങ്ങിന്റെ കാര്യമായി പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരുവിധം നമ്മൾ P3 വണ്ടി പാർക്ക് ചെയ്തു. അങ്ങനെ പാർക്കിങ്ങിൽ ഇട്ടിട്ട് നടക്കുകയാണ്. ബാക്കി ഉള്ളിലേക്ക് കയറിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് കാണിക്കാം. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പടെ കൈ പിടിച്ചോ മതി. അവിടെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ പാർക്കിംഗ് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ അവിടെ ബാരിക്കേഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് ട്രാഫിക് ബ്ലോക്ക് പോലെയാണ് അവിടെ സിഗ്നൽ പോലെ അവിടെ സെക്യൂരിറ്റീസ് ഉണ്ടാവും. നമ്മളെല്ലാവരും ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ട് വണ്ടികൾ കടത്തി വിട്ടിട്ട് പിന്നെ ആൾക്കാരെയൊക്കെ ഉള്ളിലേക്ക് കടത്തി വിടും. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ബ്ലോക്ക് കുറച്ച് ഒരു 3-4 സെക്കൻഡൊക്കെ നിന്നാലും മതി. മാക്സിമം 1 മിനിറ്റൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. അതിനുശേഷം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു നമ്മുടെ ഫോണിൽ അതിൻ്റെ PR കോഡ് വെച്ച് സ്കാൻ ചെയ്താൽ മതി. എൻട്രൻസ് ഉണ്ട്, എൻട്രൻസിലേക്ക് പോവാം. പിന്നെ ബാഗേജ് ഒക്കെ ഉള്ളവർക്ക് അവിടെ സ്കാനിങ് ഉണ്ട്. ഹാൻഡ് ബാഗ് ഞാനിപ്പോൾ സ്ലിംഗ് ബാഗ് എടുത്തു, അതൊന്നും അവിടെ ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ എൻട്രൻസിലേക്ക് പോവുക, നേരെ എൻട്രൻസിൽ പോവുക, ഫോണിലുള്ള QR കോഡ് കാണിക്കുക, അവിടെ സ്കാൻ ചെയ്യുക, അകത്തേക്ക് കിടക്കുക. അപ്പോൾ വരാം. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ പോവാ. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിരിക്കുന്ന ടിക്കറ്റ് അപ്പോൾ അവിടെ കൊണ്ടുപോയി കാണിക്കും. എന്നാലേ നമുക്ക് എൻട്രൻസ് ഉണ്ടാവുള്ളൂ. എൻട്രി പാസ്. അപ്പോൾ സ്കാൻ ചെയ്ത് നമ്മൾ അങ്ങനെ പവലിയന്റെ അകത്തേക്ക് കടക്കുകയാണ്. ഗ്ലോബൽ വില്ലേജിന്റെ ഉള്ളിലാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങനെ അങ്ങ് തുടങ്ങാണ്. ഒരു ലോകമാണ്. നമുക്ക് എല്ലാ രാജ്യങ്ങളുടെയും ഒരു റെപ്രസെന്റേറ്റ് ചെയ്തിട്ടുള്ള ഓരോ പവലിയൻസും അവിടെ ഉണ്ട്. പക്ഷെ അതെല്ലാം കൂടെ കയറി ഇറങ്ങാൻ പറ്റില്ല. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്ക് അവർ അത്രയും ദൂരമൊന്നും നടക്കത്തില്ല. പിന്നെ ഞാൻ നേരത്തെ തന്നെ എനിക്ക് കുറച്ച് സ്ഥലങ്ങള് കുറച്ച് പവലിയൻസ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ മാത്രം കയറാമെന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ പോയിരിക്കുന്നത്. കാര്യം കുറച്ച് സാധനങ്ങൾ എനിക്ക് വാങ്ങാനുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ കാണിക്കാം. ബാക്കിയൊക്കെ ഞാൻ നേരത്തെ ഒക്കെ വന്ന സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു പവലിയൻസ്. അപ്പം അത് കാരണം എല്ലാത്തിലൊന്നും കയറുന്നില്ല. മെയിനായിട്ടും എനിക്ക് ആഫ്രിക്കൻ പവലിയനിലായിരുന്നു ഇത്തവണ പോയിട്ടിരുന്നത്. കാരണം എൻ്റെ കസിൻ പുള്ളിക്കാരത്തി പോയിട്ട് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ പ്രോഡക്ട്സ് നല്ലതാണ്, അത് അഫോർഡബിൾ ആണ്, അതേപോലെ തന്നെ നല്ല നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കോസ്മെറ്റിക്സ് ആണെങ്കിലും എല്ലാം നല്ല നാച്ചുറൽ പ്രോഡക്ട്സ് കിട്ടും, നമുക്ക് ബെനിഫിറ്റ് ആണ് വാങ്ങിക്കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആഫ്രിക്കൻ പവലിയനിൽ പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് നമ്മുടെ ഇന്ത്യൻ പവലിയനിൽ പോകാൻ കാര്യം ഞാൻ കഴിഞ്ഞ തവണ പോകുകയാണെങ്കിലും എനിക്ക് അവിടുത്തെ ജ്വല്ലറീസ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് തന്നെയാണെങ്കിലും ഇവിടെ ഈ 1 ദിർഹം 2 ദിർഹത്തിനൊക്കെ അതുപോലെ 5 ദിർഹത്തിനൊക്കെ നല്ല നല്ല കമ്മലുകൾ കിട്ടും. കൂടുതൽ നോർത്ത് ഇന്ത്യൻ കളക്ഷൻസ് ആണ് കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിൽ നമുക്ക് കിട്ടിയാലും ഒരു നമുക്ക് കിട്ടും. അങ്ങനെയുള്ള ഷോപ്പുകളിൽ പോയി നല്ല എമൗണ്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള കളക്ഷൻസ് ജ്വല്ലറി കിട്ടത്തുള്ളൂ. പക്ഷെ ഇന്ത്യൻ പവലിയനിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് എനിക്കിഷ്ടമാണ്. നമുക്ക് നാട്ടിൽ അധികം കിട്ടാത്ത കുറെ കളക്ഷനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ ഇതാണ് കേട്ടോ. പ്രത്യേകിച്ചും ഈ 20 രൂപ നാട്ടിൽ കമ്പയർ ചെയ്യുമ്പോൾ 20 രൂപ 40 രൂപ 50 രൂപയ്ക്കൊക്കെ നല്ല വലിയ ജ്വല്ലറി ഒക്കെ കാണുന്നു. എനിക്ക് കുറച്ച് ഭ്രാന്തുണ്ട് അതിൻ്റെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു അങ്ങോട്ട് പോകാൻ നമ്മുടെ സ്വന്തം രാജ്യം എന്ന് കാണുമ്പോഴും കുറച്ചും കൂടെ ഫീൽ ആണല്ലോ. എൻ്റെ ഉദ്ദേശം ഇന്ത്യൻ പവലിയനിൽ പോയിട്ട് അങ്ങനത്തെ ജ്വല്ലറീസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളിവിടെ ഈജിപ്ഷ്യൻ അങ്ങനെയൊക്കെ കുറച്ച് പവലിയൻസിൽ ഞാൻ വെറുതെ ജസ്റ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊന്നും വാങ്ങത്തൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിന്റെ ഇടയിൽ ആദ്യം കുറച്ച് അലമ്പായി. അവന് അവിടുത്തെ ബലൂൺസ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ കുറെ നേരം അവൻ വാശിയും കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ ലാസ്റ്റ് അപ്പൊ വാങ്ങി കൊടുത്തു. അങ്ങനെ ഹാപ്പിയായി. ഇതാണ് ഇന്ത്യൻ പവലിയൻ കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്ത്യൻ പവലിയൻ.
കമ്മലും വെള്ളയും മാലയും ഒക്കെ കിട്ടും. ഞാൻ അപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കാണണം കേട്ടോ. ഇതാണ് ആ ഷോപ്പ് കേട്ടോ. അപ്പം UAE ഇതേപോലെ ഗ്ലോബൽ വില്ലേജിൽ വരുന്നവർ നമ്മുടെ ഇന്ത്യൻ പൗണ്ടിന്റെ അടുത്ത് ഈ ഒരു ഐറ്റം 5 ദിർഹംസ് ഉള്ളി എന്ന് പറഞ്ഞിരിക്കും. അവിടെ 1 ദിർഹം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ട്. നിങ്ങളത് കയറി നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യക്ക് ബലൂൺ വാങ്ങാൻ പോയി. ഈ ബലൂണൊക്കെ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ. ഇത് എന്തിനാണ് ഇവർക്ക് വാങ്ങുന്നതെന്ന് പിന്നെ കുഞ്ഞാണ്, അവന് പറഞ്ഞാലും മനസ്സിലാക്കില്ല. കുറേയൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1 അവറോളം പിടിച്ചു നിന്ന് നോക്കി, പക്ഷെ നിർത്തുന്നില്ല. പിന്നെ കരഞ്ഞ അവസാനം അലമ്പായപ്പോൾ അവന്റെ അപ്പന് സഹിച്ചില്ല, അങ്ങനെ പിന്നെ വാങ്ങിക്കൊടുത്തു. പക്ഷേ റേറ്റ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന റേറ്റ് അല്ല ഇവിടെ. അങ്ങനെ പിന്നെ വല്ലപ്പോഴും അല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ പോയി. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അവിടെയുള്ള കുറച്ച് അല്ലാതെ ഉള്ള പവലിയൻസിൽ കയറണമായിരുന്നു. പിന്നെ നമുക്ക് വൈകുന്നേരം കുറെ ഒരു 1 അവറോളം നമ്മൾ നടന്നു കേട്ടോ. അപ്പോഴേക്കും ക്ഷീണമായി തുടങ്ങി. അങ്ങനെ ആദ്യത്തെ ഫുഡ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കുറച്ച് സ്നാക്സ് അവിടെ തന്നെ നല്ല ഷോപ്പുകളൊക്കെ ഉണ്ട് ഫുഡിന് പറ്റിയത്. അങ്ങനെ ഫുഡൊക്കെ വാങ്ങാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഫുഡും പിന്നെ മറ്റേ ഫേമസും എല്ലാം ഒരേ സ്ഥലത്ത് കിട്ടും. അത് പല പല രാജ്യത്തു നിന്നുള്ള കൾച്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ രാജ്യത്ത് പോയൊരു ഫീലാണ് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴത്തേക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുത്തു. പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ വാഷ്റൂം ഫെസിലിറ്റീസ് ഉണ്ട്, പ്രെയർ ഏരിയ ഉണ്ട്. നമ്മുടെ ഈ പ്രയർ ടൈമൊക്കെ ആവുന്ന സമയത്ത് ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും സെപ്പറേറ്റ് പ്രയർ ഏരിയ ഉണ്ട്. ഫീഡിങ് റൂമുണ്ട്, ഫീഡിങ് റൂമും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഓൺലി തിങ് നമ്മൾ എല്ലാ പവലിയനിൽ കയറാനായിട്ട് ഒറ്റ ദിവസം കൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നു വരില്ല. ഇന്നലെ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 7,000 സ്റ്റെപ്സ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റെപ്സ് അപ്പം അത്രയും തന്നെ കുഞ്ഞുങ്ങൾക്ക് നടക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതുപോലെ തന്നെ മുതിർന്നവരൊക്കെ നമ്മുടെ ഫാമിലിയിലുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നോക്കുക നമുക്ക് ഏതൊക്കെ പവലിയൻസിൽ പോകാൻ പറ്റും. നേരത്തെ കൂട്ടി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ജപ്പാൻ പവലിയനിൽ കയറിയ സമയത്ത് അവിടെ അവരുടെ ഡാൻസ് പെർഫോമൻസ് നടക്കുന്നുണ്ടായിരുന്നു മുകളിൽ. അപ്പോൾ അത് എനിക്ക് കാണാൻ പറ്റി. അങ്ങനെ അത് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ജപ്പാനിലൊക്കെ നല്ല നല്ല ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസും എല്ലാം ഉണ്ട്. ഞാനൊന്നും വാങ്ങിയില്ല. നമുക്ക് ഗിഫ്റ്റ് ഐറ്റംസ് ആയിട്ടും അങ്ങനെയൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒത്തിരി ഐറ്റംസ് ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. പിന്നെ അവിടെ ഞാൻ വാങ്ങിച്ചിരുന്നത് ഭയങ്കര റേറ്റാണ്. എനിക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ വാങ്ങണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ മെയിൻ ഉദ്ദേശം ആഫ്രിക്കൻ പവലിയനിലേക്ക് പോകുക എന്നുള്ളതാണ്. റഷ്യ ആഫ്രിക്ക പവലിയൻസ് രണ്ടും അടുത്തടുത്താണ് കേട്ടോ. അപ്പോൾ റഷ്യൻസിൻ്റെ പവലിയൻ്റെ അകത്തേക്ക് കയറിയിട്ട് തൊട്ടപ്പുറത്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ ആഫ്രിക്കൻ പവലിയനിലേക്ക് കയറി. അപ്പോൾ അവിടുന്ന് ഏത് ഷോപ്പിൽ പോയാലും ഇപ്പം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്നത് ഷിയ ബട്ടറാണ്. ഇവിടെ ഇവർ എല്ലാം നാച്ചുറൽ പ്രോഡക്ട്സ് ആണ് കേട്ടോ എല്ലാം. അപ്പോൾ ഇതിന് ബ്രാൻഡ് നെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ ഇങ്ങനെ റോ ആയിട്ട് പ്യുവർ ആയിട്ടുള്ള ബട്ടർ അവരവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഭരണികൾക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന് അവർ റീഫിൽ ചെയ്ത് തന്നെയാണ് ചെയ്യുക. പിന്നെ സ്ക്രബ്, ബോഡി സ്ക്രബ്, ബോഡി ഓയിലുകൾ, അരോമാറ്റിക് ഓയിലുകൾ, നല്ല ഫ്രാഗ്രൻസ് ഉള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം നാച്ചുറൽ പ്രോഡക്ട്സ് ആണ്. അപ്പോൾ നമ്മളെ കയ്യിൽ അവരിങ്ങനെ നമ്മുടെ സ്കിന്നിൽ അവരിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ ആ എഫക്റ്റ് എങ്ങനെയാണെന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പം എൻ്റെ കൂടെ ചുറ്റിനും നിന്ന ആൾക്കാർക്കൊക്കെ അത് കണ്ടിട്ട് അവരും പറഞ്ഞു ഭയങ്കര ചേഞ്ച് ഉണ്ടെന്ന്. കാരണം നമ്മുടെ ടാനൊക്കെ പെട്ടെന്ന് മാറുന്നു. എന്താണെന്ന് എനിക്കറിയത്തില്ല, അവരുടെ പ്രോഡക്ട്സിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല. എനിക്കും ഇഷ്ടപ്പെട്ടു. ഈ സെയിം എക്സ്പീരിയൻസ് ആണ് എൻ്റെ കസിനും പറഞ്ഞത്. അങ്ങനെ അവള് പറഞ്ഞിട്ടാണ് ഞാൻ ആ ആഫ്രിക്കൻ പവലിയനിൽ പോയത്. പറഞ്ഞപ്പം എനിക്കിഷ്ടമായി. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാർഗെയിനിങ് ചെയ്യാൻ മിടുക്കരായിരിക്കണം. ആഫ്രിക്കൻ പവലിയനിലെ കാര്യമാണ്, മറ്റു പവലിയൻസിലൊക്കെ ഫിക്സഡ് റേറ്റ് ആയിരിക്കും. ഇവരുടെ പ്രോഡക്ട്സ് ഇങ്ങനത്തെ പ്രോഡക്ട്സ് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഈ ബാർഗെയിനിങ് ചെയ്യുക. ആദ്യം ഒരു 40 പറയും, പിന്നെ 30 പറയും, 35 പറയും. ഞാൻ കോഫി സ്ക്രബും
അതേപോലെ തന്നെ പിന്നെ അല്ലാതെ ഒരു നോർമൽ സ്ക്രബും പിന്നെ ഷിയാബത്രമാണ് വാങ്ങിയത്. എനിക്ക് 25-നും പിന്നെ 20 ആ ഒരു റേഞ്ചിലാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. പിന്നെ നമ്മുടെ UAE-യുടെ പബ്ലിക് കാര്യത്തിലേക്ക് അവിടെ ഇങ്ങനെ ഡാൻസ് ഉണ്ടാകുമ്പോൾ ഡാൻസ് സോങ് പെർഫോമൻസ് നടത്തുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഷൂട്ട് ചെയ്തു. അതാണ് കണ്ടത് നിങ്ങൾ നേരത്തെ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ലേസർ ഷോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലേസർ ഷോ കഴിഞ്ഞു. പിന്നെ എല്ലാ ദിവസവും അവിടെ ഫയർ വർക്ക്സ് ഉണ്ട്. അപ്പോൾ ആദ്യം ഫയർ വർക്ക്സ് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ അവിടെ സ്റ്റേജിൽ ഈ മ്യൂസിക് ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്റ്റേജും സ്ക്രീനും ഒക്കെ ആയിട്ട് അതിനിടയിലാണ് ഈ ലേസർ ഷോ നടന്നത്. അങ്ങനെ അതൊക്കെ കണ്ടു. എല്ലാം കൊണ്ടും ഫണ്ണാണ്. ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരികയാണെങ്കിലും നല്ല രസമായിരിക്കും. ഇപ്പം ഞാനും ഹസ്ബൻഡും മോനും മാത്രമാണ് പോയത്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തതിന് ശേഷം ഒരു 9 മണിയാകുമ്പോഴത്തേക്കും ഷാർപ്പ് 9 o'clock ഇവിടെ ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഫയർ വർക്ക്സ് ഒക്കെ കണ്ടതിന് ശേഷം ഞാനും നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ചെയ്തത്. നമ്മൾ തിരിച്ചിറങ്ങി. അപ്പോഴേക്കും ഓൾമോസ്റ്റ് നമ്മൾ വൈകുന്നേരം 5:30 മുതൽ ഈ ഒരു 3 മണിക്കൂർ നമ്മൾ എക്സാക്ട് പറയാൻ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ടയേർഡായി. അങ്ങനെ എന്താണ് ഫയർ വർക്ക്സ് ഒക്കെ കണ്ടു. ആദ്യം ഹാപ്പിയായി. അങ്ങനെ മൊത്തത്തിൽ ഹാപ്പിയായി. ഞാനും വിചാരിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് കാണാനും പറ്റി. അങ്ങനെ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നെക്സ്റ്റ് ഇയർ വീണ്ടും വരണം എന്ന് വിചാരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എങ്ങനെയാണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ടൈം കാണാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയ വിശേഷങ്ങളുമായിട്ടും ഇനിയും വ്ലോഗുമായിട്ടും വരും. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻസിലൂടെ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. ടാറ്റാ, ബൈ, ടേക്ക് കെയർ.